സൗകര്യം വേറെയാണ്, സൗന്ദര്യം വേറെയാണ്. സൗകര്യം പെർമനന്റ് ആണ്, സൗന്ദര്യം ടെമ്പററിയാണ്. എസ്തെറ്റിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ ഒരു ട്രെൻഡിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആർക്കിടെക്ചർ മേഖലയെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എസ്തെറ്റിക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. ഇത് ആർക്കിടെക്ചർ മേഖലയിലും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സൗകര്യം വേറെയാണ്, സൗന്ദര്യം വേറെയാണ്. സൗകര്യം പെർമനന്റ് ആണ്, സൗന്ദര്യം ടെമ്പററിയാണ്. അതുപോലെ തന്നെയാണ് ഇന്റീരിയർ ഡിസൈൻ വേറെയാണ്, ഇന്റീരിയർ ഡെക്കറേഷൻ വേറെയാണ്. നമ്മളടുത്ത് ഒരു സ്പേസ് നമ്മളെ കൈ കിട്ടിയാൽ അത് ഒരു ഓഡിറ്റോറിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സ്പേസ് ആയിക്കോട്ടെ, അല്ല വാട്ടെവർ ഏതോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ആയിക്കോട്ടെ, അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി നമ്മളൊരു തീം സെറ്റ് ചെയ്ത് അതൊരു റിതമിക് ആയിട്ട് ഒരു സ്പേസ് ഡ്രോയിങ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഈ സ്പേസ് ഡ്രോയിങ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്കില്ല്. അതായത് അതിൻ്റെ ഒരു റേഷ്യോ മനസ്സിലാക്കി, ആ റൂമിന്റെ സ്പേസ് മനസ്സിലാക്കി, അതിനനുസരിച്ച് അതിൻ്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണ് അത് ഒരു നല്ലൊരു റിതമിക് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകാം. അപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു കഴിഞ്ഞാൽ ഡെക്കറേഷന്റെ ആവശ്യമില്ല എന്നാണ് സർ പറയുന്നത്? ഇന്റീരിയർ ഡെക്കറേഷൻ തീരെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്റീരിയർ ഡിസൈൻ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ കൂടെ ഉപയോഗപ്പെടുത്തി ഇന്റീരിയർ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രോപ്പർ ഇന്റീരിയർ ഡിസൈനായി ഇന്റീരിയർ ഡെക്കറേഷനായി.